കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ധനസഹായം നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ അറിയിപ്പുകൾ മറക്കാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പക്കൽ നിന്നും 2 തരത്തിലുള്ള വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇനി 2000 രൂപയുടെ സഹായം ലഭിക്കുക. അതായത് വരുന്ന മാസം മുതൽ നമുക്ക് 22ാമത്തെ ഗഡു വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഗഡു നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് കർഷകർക്ക് ഇനി തൊട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കേന്ദ്ര സർക്കാർ മുമ്പ് തന്നെ കൊണ്ടുവന്ന നിയമമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തേത് ഇതിൽ പ്രധാനപ്പെട്ടത് അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് ID ആണ്. ഓരോ കർഷകനും കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ, അത് കാർഷിക വായ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിള ഇൻഷുറൻസോ അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി പദ്ധതി ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വേണ്ടി കേന്ദ്ര സർക്കാർ ഓരോ കർഷകനും വേണ്ടി വ്യക്തിഗത ID നമ്പർ നൽകുന്നതിന്റെ തീരുമാനമായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിനും ഇതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുകയും കർഷക വകുപ്പ് മുഖാന്തരം അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് IDയിലേക്ക് കർഷകരെ രജിസ്റ്റർ ചെയ്യിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇതിന്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. OTP ഉൾപ്പെടെ ലഭിക്കാത്തതായി നിലവിൽ പല കർഷകർക്കും, അതായത് അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് ID എടുക്കാൻ ശ്രമിച്ച കർഷകരുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും അപേക്ഷിക്കാനുള്ള ഒരുപാട് കർഷകരുമുണ്ട്. അങ്ങനെ അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് ലഭിക്കാത്തവർക്ക്, ഇത് അപ്രൂവ് ആകാത്തവർക്കൊക്കെ വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. അതായത് ഇതെല്ലാം പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് 2000 രൂപ വീതമുള്ള ഗഡുക്കൾ എത്തിച്ചേരുക. നിലവിൽ ഇതുവരെ ഈ സൈറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടില്ല, അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഈ ഒരു അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കൃഷിഭവനിൽ തിരക്കേറിയപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററിലൊക്കെ നേരിട്ടും ഈ രീതിയിലുള്ള വേരിഫിക്കേഷൻ ഇളവുകൾ നൽകിയിരുന്നു. പക്ഷെ ആ സമയത്ത് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. അത് ചെയ്തെങ്കിൽ പോലും വേരിഫിക്കേഷൻ അപ്രൂവ് ആകാതെ ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മുടെ കരമടച്ച രസീതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം. അപ്പോൾ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ അതിനായിട്ടില്ലായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർഷക KYC ആണ്. ഒരിക്കൽ നമ്മൾ ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചതാണ്. അതായത് നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള ഒരു സംവിധാനമാണിത്. ഇതിന്റെ ഭാഗമായി അന്ന് കൊണ്ടുവന്നിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫേസ് ഓതന്റിക്കേഷൻ ആണ്. മുഖം സ്കാൻ ചെയ്യുന്ന സംവിധാനം അല്ലെങ്കിൽ OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ, അതല്ലെങ്കിൽ ബയോമെട്രിക്, ഈ സംവിധാനങ്ങളിലാണ് ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഒരിക്കൽ നമ്മളിത് പൂർത്തിയാക്കിയവരാണ്. എങ്കിലും ചിലർക്കൊക്കെ KYC ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ഈ KYCയുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കർഷകർ തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. KYC ഓൾറെഡി ഡൺ ആണെന്ന് കാണിക്കുന്നെങ്കിൽ മറ്റു തടസ്സങ്ങളില്ല. അല്ലാത്ത പക്ഷം വീണ്ടും ഒന്നുകൂടി ഇത് ചെയ്യേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ചില കർഷകർക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അത്തരം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ തുക ലഭിക്കുന്നതിന് വേണ്ടി കർഷകർ ഇക്കാര്യങ്ങൾ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഫാമേഴ്സ് ID ഇതുവരെ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യാത്തതിനാൽ ഇപ്രാവശ്യം ഒരുപക്ഷെ ഇളവുകൾ ഉണ്ടാവും. അതെടുക്കാത്തവർക്കും, അതായത് ഇപ്പോൾ പുറത്താക്കാൻ പോകുന്ന 10 ലക്ഷം പേർക്കും ഇപ്രാവശ്യം കൂടി ആനുകൂല്യം ലഭിച്ചേക്കാം. ഈ രീതിയിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വിലയേറിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക്